Now, let's embark on a journey through the stories of our faith with a mesmerizing collaboration, where tales of tradition come alive before our eyes. I invite Elizabeth Tony and Thomas Abraham to the stage. മണ്ണിനും വെണ്ണിനും മനോഹാരിതയേകുന്ന ശരത്കാല സന്ധ്യ, ശാലീന സുന്ദരിയായ യുവതിയെപ്പോലെ കുണങ്ങിയൊഴുകുന്ന ഗലീലിയ കടൽ, തെളിഞ്ഞ നീലാകാശം അവൾക്ക് നീലിമ പകരുമ്പോൾ അവൾ കൂടുതൽ സുന്ദരിയാകുന്നു. ആകാശപ്പറപ്പിലൂടെ ഒഴുകി നടക്കുന്ന കൊച്ചു കൊച്ചു വെൺമേഘങ്ങൾ ജലാശയത്തിൽ തെളിയുമ്പോൾ ചെമ്മരിയാറ്റിൻ ഭക്തങ്ങളുടെ പ്രതീതി ജനിപ്പിക്കുന്നു. എല്ലാം കൊണ്ടും അതിസുന്ദരിയാണ് ഗലീലിയ കടൽ. ആകാശ നീലിമയാലും ഗലീലിയ കടൽ ആരാലണിയിച്ചു ഗലീലിയ കടൽ, ചേല ചാർത്തി ഗലീലിയ കടൽ, പച്ചമരതര ചില്ലകൾ പോൽ ഗലീലിയ കടൽ. കടലിന്റെ കരയിൽ അസ്തമനാക്കിന്റെ ശോഭ കലർന്ന കിരണങ്ങൾ സ്വർണ്ണ ശലഭങ്ങൾ മാതിരി വെട്ടിത്തിളങ്ങുന്ന മൺപറപ്പിൽ അതാ രണ്ടാളുകൾ കളി തമാശകൾ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഹെറോദ ദേശത്തിന്റെ ഭരണാധിപതി ഹെറോദ അന്തിപ്പാസ് രാജാവും ഭാര്യ ഹെറോദിയുമാണ് സായംകാല സൗന്ദര്യം ആസ്വദിക്കുവാൻ അവിടെ വന്നിരിക്കുന്നത്. യേശുവിന്റെ ജനനത്തെ തുടർന്ന് 7 വയസ്സിന് താഴെയുള്ള എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ മഹാനായ ഹെറോദാവിന്റെ 3 പുത്രന്മാരിൽ ഇളയവനാണ് ഹെറോദ അന്തിപ്പാസ്. കുറുക്കൻ എന്നാണ് കർത്താവ് അവനെ വിശേഷിപ്പിക്കുന്നത്. കുറുക്കനെ പോലെ സൂത്രത്തിൽ സിംഹാസനം കരസ്ഥമാക്കി ക്രൂരനായ സിംഹത്തെ പോലെ ഭരണം നടത്തി ഒരു തെരുവ് നായെ പോലും മരിച്ചു എന്നാണ് ഇയാളെക്കുറിച്ചൊരു ചരിത്രകാരൻ എഴുതിയിട്ടുള്ളത്. ഹെറോദ അന്തിപ്പാസിന്റെ സഹോദരനും ഇതുര്യയിലെ ഭരണാധിപതിയുമായിരുന്ന ഫിലിപ്പിന്റെ ഭാര്യയായിരുന്നു ഹെറോദ്യ. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവരോടൊപ്പം ഒളിച്ചോടി പോകുന്നതാണവൾ. അവളോടൊപ്പം അവളുടെ മകൾ ഒരു 15 വയസ്സുകാരി സലോമിയും ഉണ്ടായിരുന്നു. സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് ഹെറോദാവ് ഹെറോദിയെ വിവാഹം ചെയ്തു. ഇരുവരും വിവാഹിതരായതോടുകൂടി ഇരുവരുടെയും ജീവിതത്തിൽ പുതിയ ഉണർവും ഉന്മേഷമുണ്ടായി. അന്നു തൊട്ടവരുടെ ചിന്തകളോർമകൾ തളിരിട്ടു കുളിരിട്ടു വളർന്നു വന്നു. കുളിരാർന്ന ചിന്തകളൊക്കെയുമൊന്നു നിറവാർന്നു മിന്നി തിളങ്ങി നിന്നു. പരിസര ബോധം മറന്ന് നർമ്മസലാപത്തിൽ മുഴുകിയിരിക്കുമ്പോൾ തെല്ലകലെ പ്രൗഢഗംഭീരമായൊരു ശബ്ദം ഒഴുകി വന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഇതാ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അണലി സന്തതികളെ, വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? ആ ശബ്ദം അടുത്തു വന്നു. അതാ പരിഷ്കാര ലേശമില്ലാതെ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ച് താടിയും മീശമുടി നീട്ടി വളർത്തി ഒരു കാട്ടു മനുഷ്യനെ പോലെ തോന്നിക്കുന്ന ഒരാൾ മണൽപ്പറപ്പിലൂടെ നടന്നു വരും. ആ മുഖത്തെ ആത്മീയ ചൈതന്യം, ശബ്ദ ഗാംഭീര്യം ശ്രദ്ധിച്ചാൽ അയാളൊരു അസാധാരണ വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. യേശുവിന് മുന്നോടിയായി സ്വർഗത്തിൽ നിന്ന് ദൈവം നിയോഗിച്ച യോഹന്നാൻ സ്നാപകനാണത്. സ്നാപകൻ രാജദമ്പതികളുടെ അടുക്കിലേക്ക് എത്തി. ഞെട്ടിത്തെറിച്ചു പോയി കൊട്ടാരമൊക്കെയും
പ്രവർത്തിച്ചത് നന്നല്ല. പതിവ്രതയായ ഭാര്യ ഉപേക്ഷിച്ച് സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയ നിന്റെ നടപടി അന്യായമാണ്. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിപ്പോന്ന ഹേറോദിയ ദൈവം മുൻപാകെ ശപിക്കപ്പെട്ടവൾ തന്നെ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് തെറ്റിദ്ധരിച്ചവേ. യോഹന്നാന്റെ ഈ വാക്കുകൾ ഹേറോദിയെ രോഷാകുലയാക്കി. ഇരുവരും കൊട്ടാരത്തിലേക്ക് തിരിച്ചു മടങ്ങി. നമ്മെ അവഹേളിച്ച് ആ ഭ്രാന്തനെ പിടിച്ച് കാരാഗൃഹത്തിലാക്കണം അവൻ രാജാവിനോട് ആവശ്യപ്പെട്ടു. ഹേറോദിയയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം യോഹന്നാനെ കാരാഗൃഹത്തിലാക്കി. എങ്കിൽ അവിടെ വെച്ചും അയാളെ നിശബ്ദനാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇരുമ്പ് കമ്പികളുടെ ഇടയിൽ നിന്നും ഉയർന്ന സ്നാപകന്റെ ശബ്ദം ഇടിനാദം പോലെ കൊട്ടാരമെല്ലാം നടുക്കി. ഹേറോദയ്ക്ക് ഉണ്ണാനും ഉറങ്ങാനും കഴിഞ്ഞിരുന്നില്ല. അത് കേട്ടു കളി പൂണ്ടു പൊട്ടിത്തെറിച്ചവൾ ഉറങ്ങാതെ രാവുകൾ തള്ളി നീക്കി. എല്ലാം സമാധാനമില്ലാതെ ക്ലേശിച്ചു താൻ ചെയ്ത തെറ്റിനാൽ രാജപത്നി. ആ ഭ്രാന്തനെ കൊന്ന അയാളെ കൊണ്ടുള്ള ശല്യം അവസാനിപ്പിക്കണം അവൾ രാജാവിനോട് ആവശ്യപ്പെട്ടു. എങ്കിൽ യോഹന്നാൻ സ്നാപകന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം മനസ്സിലാക്കി അദ്ദേഹത്തെ കൊല്ലാൻ രാജാവ് ഭയപ്പെട്ടു. അങ്ങനെയിരിക്കെ രാജാവിന്റെ പിറന്നാൾ സമാഗതമായി. സ്വദേശത്തിൽ നിന്നും വിദേശത്തിൽ നിന്നും അനേകം വിശിഷ്ടാതിഥികൾ എത്തിച്ചേർന്നു. ആഘോഷത്തിന്റെ പ്രധാന ഇനമായി ഹേറോദയുടെ പുത്രി സലോമിയുടെ നൃത്തമുണ്ടായിരുന്നു. അത് കാണുവാനായി അതിഥികൾ നിറഞ്ഞുമേശരായി കാത്തിരുന്നു. ശീതോഹാരിയായ ഒരു മഴവില്ല് പോലെ അവൾ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. കവിത തുളുമ്പുന്ന കണ്ണുകളിൽ കമനീയ നീലിമ തങ്ങി നിൽപ്പൂ. ചെന്താമരപ്പൂ കവിളുകളിൽ അന്തിയുഷസ്സുകൾ ഉത്ഭവിച്ചു. കാണികളുടെ മുഴുവനും കണ്ണിനും കരലിനും കുളിർമ നൽകും വിധം അവൾ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും അവളെ മുക്തകണ്ഠം പ്രശംസിച്ചു. വീഞ്ഞിന്റെ ലഹരിയും നൃത്തലഹരിയും രാജാവിനെ ഒരുപോലെ ബാധിച്ചു. രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സലോമിയുടെ അടുക്കിലേക്ക് എത്തി. സ്വർഗ സൗന്ദര്യത്തിൻ പൊന്നാല പൊന്തിച്ച് ഹൃദ്യനർത്തനം ചെയ്ത സുന്ദരി ശലോമി, നിന്നൊരു നിക്ഷേപം ഓരോന്നും ഹൃദയത്തിൽ ഉന്നതാനന്ദത്തിൻ പൂത്തിരി കത്തിച്ചു. കുമാരി, നിന്റെ കലാഭാവം അവർണ്ണനീയം തന്നെ. നീ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. നീ ആവശ്യപ്പെടുന്നത് എന്ത് നൽകാമെന്ന് ഈ സദസ്സ് മുമ്പാകെ നാം പ്രതിജ്ഞ ചെയ്യുന്നു. എന്തു വേണമെങ്കിലും ധൈര്യമായി ചോദിച്ചുകൊള്ളു കുമാരി. എനിക്ക് എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, നിനക്കത് ലഭിക്കുന്നതാണ്. അവൾ ചോദിക്കുന്നത് എന്തെന്നറിയാൻ സദസ്യർ കാതോർത്തിരുന്നു. ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ. അവൾ അവളുടെ അമ്മയുടെ അടുത്തിലേക്ക് പോയി. അമ്മേ, ഞാൻ ചോദിക്കുന്നത് എന്ത് നൽകാമെന്ന് രാജാവ് സദസ്സിന് മുമ്പാകെ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. രാജ്യത്തിന്റെ പകുതി ചോദിച്ചാലോ? അതൊന്നും വേണ്ട. മുമ്പെങ്ങും കാണാത്ത ഒരു രൗദ്ര പാവം ഹേറോദിയുടെ മുഖത്ത് നിളച്ചു. അവൾ എന്തോ ഒന്ന് മകളുടെ ചെറിയ മന്ത്രിച്ചു. അത് കേട്ട് സലോമി എന്ന് പറഞ്ഞു, അമ്മേ, അത് നമുക്കത് വേണ്ട. നീ ഒന്നും പറയണ്ട. നമുക്ക് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഇത് കൂടിയേ തീരും. അമ്മയുടെ വാക്ക് ധിക്കരിക്കാനാവാതെ അവൾ രാജാവിന്റെ അടുത്തിലേക്ക് എത്തി. എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളു കുമാരി. എനിക്ക് യോഹന്നാൻ സ്നാപകന്റെ ശിരസ് ഒരു വെള്ളി കാലത്തിൽ ലഭിക്കണം. എന്താ? യോഹന്നാൻ സ്നാപകന്റെ ശിരസ്? അതെ, യോഹന്നാൻ സ്നാപകന്റെ ശിരസ് ഒരു വെള്ളിത്താലത്തിൽ എനിക്ക് ലഭിക്കണം. ഇത് കേട്ട് രാജാവ് അശ്വസ്തനായി. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. യോഹന്നാൻ സ്നാപകനെ കൊല്ലുക, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത്ര വലിയ ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റവാളി അല്ല അയാൾ. എന്നെ ഹേറോദ്യം പരസ്യമായി അവഹേളിച്ചു. എങ്കിൽ സത്യം തുറന്നു പറയുക മാത്രമല്ലേ അയാൾ ചെയ്തത്? സലോമി ചോദിക്കുന്നത് എന്ത് നൽകാമെന്ന് സദസ്സ് മുമ്പാകെ പ്രതിജ്ഞ ചെയ്തതാണ്. അതിനാൽ മാറ്റം വരുത്തുവാൻ നിർവാഹമില്ല. മനസ്സില്ലാ മനസ്സോടെ രാജാവ് കൽപ്പിച്ചു, ആരിവിടെ? കാരാഗൃഹത്തിൽ കിടക്കുന്ന യോഹന്നാൻ
സലോമിക്ക് കൊടുക്കുക. ഒരു പടയാളി മൂർച്ചയേറിയ വാളുമായി തന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടിട്ട് യോഹന്നാൻ ഒരു തെല്ലും പതറിയില്ല. അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രാജാവേ, നീ ചെയ്തത് തെറ്റാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സാകപ്പെട്ട് തെറ്റെടുത്തു. നിനക്കിനി സമയമുണ്ട്. എന്തോ പറയാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് പൂർത്തിയാക്കുവാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. ആ ഫളന്റെ വാൾ യോഹന്നാൻ സ്നാപകന്റെ ശിരസിനെതിരെ ആഞ്ഞു വീശി. വെട്ടിമുറിച്ചതാ സ്നാപകൻ ശിരസുകൾ, വേദനയാൽ പിടയുന്ന തിരുവുടൽ, ചുടുചോര ചിന്തുന്ന ശിരസൊരു താരത്തിൽ രാജകുമാരിക്ക് കാഴ്ചവെച്ചു. ആ പടയാളി യോഹന്നാൻ സ്നാപകന്റെ ശിരസ്സുമായി സദസ്സിലേക്ക് വന്നു. അയാൾ അതിൽ സലോമിയുടെ കൈകളിലേക്ക് കൊടുത്തു. അവൾ ഇതിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ. നീണ്ടു വളർന്ന മുടിയിൽ രക്തം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. താടിമുടിയിൽ തുള്ളികൾ ചിതറി വീണിരിക്കുന്നു. പിടലിലെ ഞരമ്പുകൾ ചെറുതായി ചലിക്കുന്നുണ്ട്. ആ നാവ് ചെറുതായി അനങ്ങുന്നുണ്ട്. ആ ബീഭത്സരംഗം കണ്ട അതിഥികളെല്ലാം ഓടിപ്പോയി. സലോമിയുടെ കയ്യിൽ നിന്ന് അമ്മ ആ താരം ഏറ്റുവാങ്ങി. അവളുടെ മുഖത്ത് സന്തോഷവും സംതൃപ്തിയും ഇളകിയാടി. പൊന്നോമൽ പുത്രി എനിക്ക് വേണ്ടി കൊണ്ടുവന്നുള്ള ഒരു സമ്മാനം, മറക്കില്ല ഞാൻ മരിക്കുമ്പോഴും മനസ്സിനിണങ്ങിയ സമ്മാനം. ഭയാനകമായ ആ കാഴ്ച ശേഷിയില്ലാതെ രാജാവ് തന്റെ ശയനമുറിയിലേക്ക് പോയി. ഭയന്ന് വരച്ച സലോമി പൊട്ടിക്കരഞ്ഞു. അപ്പോഴും ഹെരോദിയയുടെ പ്രതികാരദാഹം ശമിച്ചിട്ടില്ലായിരുന്നു. അവളൊരു ഭ്രാന്തിയെ പോലെ അട്ടഹസിച്ചു. എന്റെ ഒരു ഉപദേശം ഇനി ഉപദേശിക്കണം, ഞാൻ കേൾക്കട്ടെ. ഗലീലിയ കടലിൽ വന്ന ആ കാറ്റിന് തീജ്വാലയുടെ ചൂടുള്ളതായി അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ആ തല മേശപ്പുറത്ത് വെച്ച് തന്റെ കിടക്കയിൽ കിടന്നു. അപ്പോഴും ആ പടലിലെ ഞരമ്പുകൾ ചെറുതായി ചലിക്കുന്നുണ്ട്. എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ആ നാവിൽ നിന്നൊരു ശബ്ദം പ്രതിധ്വനിച്ചതായി അവൾക്ക് അനുഭവപ്പെട്ടു. അണലി സന്തതികളെ, തേജാനിരിക്കുന്ന ദൈവ കോപത്തിൽ നിന്ന് ഓടിമാറി. ഭയന്ന് വിറച്ച് ഹെരോദിയ ഒച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളി കൊട്ടാരം എങ്ങോ മുഴങ്ങി. അണലി സന്തതികളെ, വരാനിരിക്കുന്ന ദൈവ കോപത്തിൽ